സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇന്നത്തെ എല്ലാ ദിനപത്രങ്ങളുടെയും പ്രധാന തലക്കെട്ട് ഇസ്രായേൽ ഗാസയിൽ ആഞ്ഞടിച്ചു എന്നുള്ളതാണ്. 400-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ പത്രങ്ങളും വിടാതെ മരിച്ചവരുടെ അധികവും സ്ത്രീകളും കുട്ടികളുമാണ് എന്ന് പറയുകയും ഉണ്ടായിട്ടുണ്ട്. ഇവരാരും ആ സ്ഥലത്ത് പോയിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്യുന്നവരല്ല. അത് എഴുതുമ്പോൾ 400 എഴുതിയാൽ പിന്നെ അതിൻ്റെ പുറകെ ഇതും കൂടെ എഴുതി വിടും. അതിന് മരിച്ചത് മുഴുവൻ സ്ത്രീകളും കുട്ടികളുമാണ്, ഹമാസിൻ്റെ ആരും മരിച്ചിട്ടില്ല എന്നുള്ളത്. എന്നാൽ ഹമാസ് തന്നെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് മരിച്ചവരുടെ കൂട്ടത്തിൽ ഹമാസിൻ്റെ ഗാസയിലെ ഗവൺമെൻറ് ഹെഡ് എസാം അൽ ഡാലസ്, അവരുടെ ഇൻറ്റീരിയർ മിനിസ്റ്റർ മുഹമ്മദ് അബു വാഡ്ഫ, അവരുടെ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻ്റേണൽ സെക്യൂരിറ്റി സർവീസ് ബഹ്ജാത്ത് അബു സുൽത്താൻ ഡിജി, ഇത്രയും പേര് കുടുംബത്തോടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഗാസയിലെ ഗവൺമെൻറ് ടോപ്പിലുള്ള ആളുകളെല്ലാവരും കുടുംബത്തോടെ മരിച്ചു എന്നുള്ള കാര്യം ഹമാസ് തന്നെ റിപ്പോർട്ട് ചെയ്തു. കൂടാതെ പാലസ്തീൻ ജിഹാദിൻ്റെ തലപ്പത്തുള്ള ആളുകളും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. അത് അവർ സംബന്ധിച്ചു. എന്നിട്ട് നമ്മുടെ പത്രങ്ങൾ പറയുന്നത് ഈ മരിച്ചത് മുഴുവൻ പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളുമാണെന്നാണ്. അപ്പോൾ ഇത് ഇസ്രായേൽ കുറച്ച് ദിവസങ്ങൾ മുൻപ് തന്നെ വാൺ ചെയ്ത് തുടങ്ങിയിരുന്നു. സൗത്തേൺ ഗാസയിൽ നിന്ന് പിന്മാറണം, ആക്രമണം വരുന്നുണ്ട്. സിജി തുടങ്ങിയിട്ട് 10-15 ദിവസത്തോളം ആവുന്നു. ചെറിയ തോതിൽ ആക്രമണം, ഒരു ദിവസം ഒരാൾ മരിക്കുന്നു, അടുത്ത ദിവസം 2 പേര് മരിക്കുന്നു. അതങ്ങനെ കുറേശ്ശെ കൂടി വരുന്നു. സാധാരണ ജനങ്ങൾക്ക് ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുണ്ട് പുറകെ വരുന്നുണ്ടെന്നുള്ളത്. അതനുസരിച്ച് അവർ മാറിയിട്ടുമുണ്ട്. ഇത് ആക്രമിക്കപ്പെട്ടത് ഗാസയുടെ ഈ ഹമാസിൻ്റെ ആളുകൾ തന്നെയാണ്. അവർ ഈ സീസ് ഫയറിൻ്റെ മറവിൽ ഗാസയിലെ വലിയ ബിൽഡപ്പ് നടത്തുകയായിരുന്നു. വളരെ വലിയ തോതിൽ സന്നാഹങ്ങൾ നടത്തി ഇസ്രായേലിനെതിരെ വലിയ ഒരു ആക്രമണത്തിനുള്ള സന്നാഹങ്ങൾ കോപ്പ് കൂട്ടുകയായിരുന്നു. അപ്പോൾ ഈ സീസ് ഫയറിൻ്റെ മറവിൽ ആളുകൾ മുഴുവൻ ഗാസ സ്ട്രിപ്പ് ചെറിയൊരു സ്ഥലമാണ്, അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നതിൻ്റെ ഇടയിലൂടെ അതിനെ ഒരു മറയായി ഉപയോഗിച്ചുകൊണ്ട് ഇവർ വലിയ തോതിലുള്ള ഒരു ബിൽഡപ്പ് നടത്തുകയായിരുന്നു. അപ്പോൾ ആ ബിൽഡപ്പ് നടത്തുന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ കൂടി വെച്ചുകൊണ്ടാണ് ഇത്രയും വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇസ്രായേൽ ഇവരുടെ നേരെ സംഘടിപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനമായി വന്നത് ഹൂത്തികളുടെ വാണിംഗ് ആണ്. ഹൂത്തികൾ വാൺ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തോ ഇതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് വാൺ ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ ഷിപ്പുകൾ റെഡ് സീയിൽ കണ്ടാൽ അപ്പം നശിപ്പിച്ച് കളയെന്ന് പറയുന്നു. കൂടാതെ ഇസ്രായേൽ പക്ഷത്തുള്ള രാജ്യങ്ങളെന്ന് അവർ വിചാരിക്കുന്നവർ ആരുടെയെങ്കിലും ഷിപ്പുകളുണ്ട്, അതിനെയും ആക്രമിക്കുമെന്ന് പറയുന്നു. അപ്പോൾ അത് ആ ഭാഗത്തു നിന്നുള്ള സൂചനയായി. ഇറാൻ റഷ്യയും ചൈനയുമായി ആലോചന നടത്തുന്നു ചൈനയിൽ പോയിട്ട്. അപ്പോൾ ഇറാൻ ന്യൂക്ലിയർ നെഗോസിയേഷൻ ടേബിളിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇറാൻ ഒരു അവസാന നിമിഷ അറ്റംപ്റ്റിനുള്ള ശ്രമമാണോ നടത്തുന്നത്? ഇത്രയും അധികം നേതാക്കൾ ഗാസയിൽ സാധാരണത്തിൽ ഒരിക്കലും സമ്മേളിക്കാറില്ല. ഇവരുടെ നേതാക്കന്മാരാരും ഗാസയിൽ ഉണ്ടാവാറില്ല. ഇവരെല്ലാവരും ഗാസയ്ക്ക് പുറത്ത് ഒന്നുകിൽ ഖത്തർ പോലത്തെ രാജ്യങ്ങളിൽ, കഴിഞ്ഞ ദിവസം ഇസ്ലാമിക് ജിഹാദിൻ്റെ നേതാവിൻ്റെ താമസ സ്ഥലം ഡമാസ്കസിൽ ആക്രമിച്ചപ്പോൾ ആ നേതാവ് ഉള്ളത് ബ്രിട്ടനിലാണ്, ഇംഗ്ലണ്ടിലാണുള്ളത്. അപ്പോൾ ഇവരങ്ങനെ വളരെ സുഖവാസ കേന്ദ്രങ്ങളിലെ വലിയ ആർഭാടത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഈ തീവ്രവാദി സംഘടനകളുടെ നേതാക്കന്മാരെല്ലാവരും. ഈ സാധാരണ ആളുകളെ പിഴിഞ്ഞ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സഹായധനം മുഴുവൻ ഇവരുടെ ആർഭാട ജീവിതത്തിന് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇവരാരും ഇവിടെ താമസിക്കാറില്ല. അപ്പോൾ ഇത്രയും അധികം ഈ ഗവൺമെൻറ് നേതാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവർ അന്ന് ഒക്ടോബർ 7, 2023 പ്ലാൻ ചെയ്തതുപോലെയുള്ള ഒരു വലിയ ആക്രമണത്തിന് പ്ലാൻ ഇടുകയായിരുന്നു. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ഇത്രയും വലിയ തോതിലുള്ള ഒരു ആക്രമണം അങ്ങോട്ട് ഇസ്രായേൽ അഴിച്ചുവിടുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്നലെ വൈകിട്ട് ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ട അദ്ദേഹം പറഞ്ഞു അവർക്ക് 3 ഗോളുകളുണ്ട്. ഇനിയുള്ള സമാധാന ചർച്ചയൊക്കെ ഈ വെടിയുടെ താഴെ നിന്നുകൊണ്ട് ചെയ്താൽ മതി. വെടിനിർത്തൽ എന്നൊരു പരിപാടിയില്ല. വെടി തുറന്നുകൊണ്ടേയിരിക്കും. അതിനിടയിൽ സമാധാനം ചർച്ച ചെയ്യാൻ പറ്റുമെങ്കിൽ ചർച്ച ചെയ്താൽ മതി. അവരുടെ ലക്ഷ്യങ്ങൾ അവൾ വീണ്ടും പുനർപ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയുള്ള ക്യാപ്റ്റീവ്സിനെ, ബന്ധികളെ മോചിപ്പിക്കുക എന്നുള്ള 1ാമത്തെ ലക്ഷ്യം. 2, ഹമാസിൻ്റെ അവസാനത്തെ ഭീകരനെ കൂടി ഗാസയിൽ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ളത് 2ാമത്തെ ലക്ഷ്യം. 3, ഗാസയിൽ നിന്ന് ഇനി ഒരിക്കലും ഇസ്രായേലിന് ഒരു ആക്രമണം ഉണ്ടാവുകയില്ല എന്നുള്ളത് ഉറപ്പിക്കുക എന്നുള്ളത് 3ാമത്തെ ലക്ഷ്യം. ഈ 3 ലക്ഷ്യങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് ആക്രമിക്കുന്നത്. നെതന്യാഹു ഇന്നലെ ടെലിവിഷൻ പ്രഭാഷണത്തിൽ രാഷ്ട്രത്തോടും ലോകത്തോടും പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ആളുകൾ നോക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് ആക്രമണം, അതുപോലെ ഈ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് പാവം പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളാണ് മരിക്കുന്നത്. പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളല്ല മരിക്കുന്നത്, ഹമാസിൻ്റെ പോരാളികളാണ് മരിക്കുന്നത്. അവരുടെ പ്രദേശങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കാതെ പിടിച്ചു വെച്ചിട്ടുള്ള ആളുകൾ ഇതിനകത്ത് കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ബാക്കി രക്ഷപ്പെട്ടു പോകാൻ ഏതെങ്കിലും ആളുകൾക്കറിയാം, ഇത് അവർക്ക് ശീലമായിട്ടുണ്ട്, ഇത്തരം ആക്രമണങ്ങൾ വരുന്നുണ്ടെന്നുള്ള അവർക്ക് ശീലമായിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത് സാധാരണ സൗത്തേൺ സൈഡിൽ നിന്ന് മൊത്തമായിട്ട്
സോറി നോർത്തേൺ സൈഡിൽ നിന്ന് സൗത്തിലേക്ക് പോകാനാണ് സാധാരണ ആവശ്യപ്പെടാറ്. ഇത്തവണ അവർ ആവശ്യപ്പെട്ടുള്ളത് ഈസ്റ്റേൺ സൈഡിൽ നിന്ന് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഈസ്റ്റേൺ സൈഡിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ സൈഡ് കിഴക്ക് ഭാഗം ഇസ്രായേലുമായിട്ടുള്ള ബോർഡറാണ്. അപ്പോൾ അവർ പിന്നെ കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇസ്രായേൽ ഈ പാലസ്റ്റീനിൻ്റെ ഗാസയുടെ ടെറിട്ടറിയിലേക്ക് ആർട്ടിലറി ടാങ്കുകളും കവചിത വാഹനങ്ങളുമായിട്ട് അവർ പ്രവേശിക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈസ്റ്റേൺ ബോർഡറിൽ നിന്ന് ആ പ്രദേശത്ത് നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണം എന്ന് ഇസ്രായേൽ നിർബന്ധമായിട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അവർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അവർ ഗാസയിൽ ഒരു കോമ്പിംഗ് ഓപ്പറേഷൻ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. ഹമാസിനെ ഉള്ളിൽ കയറി തെരഞ്ഞു പിടിക്കുക, ആകാശത്തുള്ള ബോംബിംഗ് എന്നുള്ള പരിപാടി ഇനി കുറച്ചുകൊണ്ട് ഗ്രൗണ്ട് വാർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ മൈനിങ് പോലത്തെ പ്രോസസ്സുകളാണ് ഹമാസ് വളരെ അത്യാവശ്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ലാൻഡ് മൈൻസ് സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനാണ് ഈ കുറച്ച് ദിവസങ്ങളിൽ ലാൻഡ് മൈൻ സ്ഥാപിച്ചവരെ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് കൊല്ലുന്നതാണ് ഈ 2, 3, 5, 10 ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ അതിനെ കഴിഞ്ഞൊക്കെ വലിയ തോതിലുള്ള ഒരു ബിൽഡപ്പ് ഹമാസിൻ്റെ ഭാഗത്ത് ഉണ്ടായി എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ ആ ബിൽഡപ്പിന് ഉപോദ്ബലകമായിട്ട് ഇവർ ഹമാസ് ഉള്ളിൽ നിന്ന് പഴയതുപോലെ അന്ന് ഒക്ടോബർ 7, 2023 ചെയ്ത ഒരു ആക്രമണം സംഘടിപ്പിക്കുകയും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരുപക്ഷെ അവർ ന്യൂക്ലിയർ ബോംബ് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആക്രമണം ഇറാൻ്റെ ഭാഗത്തുണ്ടാവുകയും ഹൂത്തികൾ യമനിൽ നിന്ന് ആക്രമിക്കുകയും ഹിസ്ബുള്ളയുടെ ബാക്കിയുള്ള കഷ്ണങ്ങൾ ലെബനോണിൽ ഇപ്പോൾ ബാക്കിയുണ്ട്, അവിടെ ആ പ്രശ്നം നടക്കുന്നുണ്ട്. ലെബനോണിൽ ഇസ്രായേൽ സേന ഹൂത്തികളെ വധിക്കുന്നുണ്ട്. കൂടാതെ ലെബനോണും സിറിയയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ലെബനോണിലുള്ള ഹിസ്ബുള്ള പ്രവർത്തകർ, ഹിസ്ബുള്ളയുടെ തീവ്രവാദികൾ സിറിയയിലെ പുതിയ ഗവൺമെൻറ് പട്ടാളത്തെ ആക്രമിച്ചു എന്നാണ് സിറിയ പറയുന്നത്. നേരെ മറിച്ച് പിന്നെ ലെബനോൺ പറയുന്നതല്ല, അത് ലെബനോണിൻ്റെ ഔദ്യോഗിക പട്ടാളമാണെന്നാണ് ലെബനോൺ പറയുന്നത്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, സിറിയ ലെബനോൺ ബോർഡറിൽ സ്ക്രിമിഷ് നടക്കുന്നുണ്ട്, വഴക്ക് നടക്കുന്നുണ്ട്, യുദ്ധം നടക്കുന്നുണ്ട്. മിനിഞ്ഞാന്ന് മാത്രം 10 പേരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയും യുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ ഹെസ്ബുള്ളയുടെ ആക്ടിവിറ്റിയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ലെബനോണിൽ ഇനി ബാക്കിയുള്ള ഹെസ്ബുള്ളയും ബാക്കി ഒഴിഞ്ഞു പോകാത്ത ഏതെങ്കിലും ഹെസ്ബുള്ളയുണ്ടെങ്കിൽ അതും, ഇറാന് അവിടെ നിന്ന് പറ്റുമെങ്കിൽ ഇറാനും യമനിൽ നിന്ന് ഹൂതികളും ഈ തൊട്ട് അടുത്തിരുന്നുകൊണ്ട് ഹമാസിൻ്റെ പോരാളികളുമായി ഒരു അവസാന ശ്രമം ഇറാൻ നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന മുൻകൂട്ടി കണ്ടതിൽ നിന്നാണ് ഈ ആക്രമണം ഉണ്ടായത് എന്ന് വേണം ഊഹിക്കാനെന്നാണ് ആനലിസ്റ്റുകൾ പറയുന്നത്. അപ്പം ഇപ്പം മോർണിംഗിൽ ഇതുവരെ കാര്യമായ ന്യൂസുകളൊന്നും വന്നിട്ടില്ല. ഇന്നലെ വൈകുന്നേരം വന്ന ന്യൂസുകളൊക്കെ തന്നെയാണ്. അതിനുശേഷം ഗാസയിൽ കാര്യമായ ആക്രമണങ്ങൾ ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകൾ കാണുന്നില്ല.